നമസ്കാരം. AI ക്യാമറയുടെ പ്രഡിക്ഷൻ കാരണം ഒരുപാട് രസകരമായ വാർത്തകളാണ് നമ്മൾ 2023 വായിക്കാനിടയായത്. അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് ഒരു കർഷകന് AI ക്യാമറ പിഴയിട്ടത് ഏകദേശം 34,000 രൂപയാണ്. അതിനുള്ള കാരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഴയ മോഡൽ ജീപ്പാണ്. അതിന് സീറ്റ് ബെൽറ്റ് വേണമെന്നറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഡിസ്കഷനും എങ്ങനെയാണ് ഒരു AI അൽഗോരിതം സീറ്റ് ബെൽറ്റ് പ്രഡിക്ഷൻ നടത്തുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു യോലോ മോഡലാണ്. എന്താണ് യോലോ എന്നുള്ളത് കഴിഞ്ഞ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഒബ്ജക്ട് ഡിറ്റക്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇന്ന് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. എങ്ങനെയാണ് യോലോ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ വെറും അതൊരു തമാശയായിട്ട് എടുക്കാതെ എങ്ങനെ അൽഗോരിതത്തിന് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മുടെ ഡിസ്കഷനിൽ ഏതായാലും ഈ ഒരു കേസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. വളരെ ജനറിക് ആണ്, വളരെ ബേസിക് കോഡാണ്, ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. യോലോൻ്റെ കോഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് യോലോനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഈ ഒരു വെബ്സൈറ്റ് തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ എന്താണ് യോലോ എന്നും യോലോയുടെ ഡിഫറെൻറ്റ് വെർഷനെ കുറിച്ചും ഓരോ വെർഷൻ്റെ പ്രത്യേകതയെക്കുറിച്ചും എങ്ങനെയാണ് യോലോ ഉപയോഗിച്ച് കോഡ് ബിൽഡ് ചെയ്യേണ്ടത് അതിൻ്റെ എക്സാമ്പിൾ പ്രോബ്ലംസും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരിക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ സെൽഫ് എക്സ്പ്ലോർ ചെയ്യുക. പ്രധാനപ്പെട്ട കാര്യം മാത്രം ഞാൻ പറയാം, എന്നിട്ട് നേരെ കോഡിങ്ങിലേക്ക് പോകാം. ഇതിൻ്റെ ഹോം പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വേർ ടു സ്റ്റാർട്ട്, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ തന്നെ വീഡിയോസും അവൈലബിൾ ആണ്, യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഗെറ്റ് സ്റ്റാർട്ടഡിൽ പോയാൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തന്നെ പല രീതിയിലുള്ള ഇൻസ്റ്റാളേഷൻ പറഞ്ഞിട്ടുണ്ട്. പിപ്പ് ഇൻസ്റ്റാൾ, കോണ്ട ഇൻസ്റ്റാൾ, അതുപോലെ പല രീതിയിലുള്ളത് കൊടുത്തിട്ടുണ്ട്. പ്രിഫറബിളി നമ്മൾ കൂടുതലും ചെയ്യുന്നത് പിപ്പ് ഇൻസ്റ്റാൾ ആണ്. സോ ഈ ഒരു കമൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോഡൽസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ മോഡൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് യോലോയുടെ വേർഷൻസിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് യോലോ 8 ആണ്. 9 കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെരിമെൻ്റൽ മോഡലാണ്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് യോലോ 8 ആണ്. സോ നിങ്ങൾ ഈ യോലോ 8 ക്ലിക്ക് ചെയ്യുക. യോലോ 8 ക്ലിക്ക് ചെയ്ത ഉടനെ യോലോ 8ൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള ഗ്രാഫ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് മറ്റ് വെർഷനിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്രാഫ് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആദ്യത്തെ ഗ്രാഫിൻ്റെ എക്സ് ആക്സിസ് നോക്കുക. ഇത് പാരാമീറ്റേഴ്സ് ഇൻ മില്യൺസ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസ് എന്ന് പറയുന്നത് MAP ആണ്, മീൻ ആവറേജ് പ്രിസിഷൻ. അതൊരു പെർഫോമൻസിൻ്റെ മെഷർമെൻ്റ് ആണ്. ആൻഡ് കൊക്കോ എന്ന് പറയുന്നത് ഒരു ഡാറ്റാ സെറ്റ് ആണ്, നിങ്ങൾക്ക് അറിയണ്ടാവും. ആ ഒരു ഡാറ്റാ സെറ്റ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് യോലോ മോഡൽസിൻ്റെ പെർഫോമൻസ് ആണ് ഈ ഒരു ഗ്രാഫ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് NSML എന്നൊക്കെ കാണാം. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ NSM അതുപോലെ ബാക്കി ഡിഫറെൻറ്റ് മോഡൽസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രീ ട്രെയിൻഡ് മോഡൽസ് ആണ്. അപ്പോൾ എന്താണ് ഈ NSM എന്നൊക്കെ ചോദിച്ചാൽ പ്രധാനമായിട്ട് ഇതിൻ്റെ വ്യത്യാസം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാരാമീറ്റേഴ്സിൽ നിങ്ങൾക്ക് കാണാം. N എന്ന് പറയുന്നത് മേ ബി നാനോ എന്ന് കൺസിഡർ ചെയ്യാം. നാനോ എന്ന് പറയുമ്പോൾ 3.2 ഉള്ളൂ പാരാമീറ്റേഴ്സ്. S സ്മോൾ 11.2. അങ്ങനെ ഓരോ പ്രീ ട്രെയിൻ മോഡലിൻ്റെയും ഒരു സമ്മറിയാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗ്രാഫ് ആ ഒരു പർട്ടിക്കുലർ പ്രീ ട്രെയിൻ മോഡൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാം യോലോ 8 ആണ് ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു പെർഫോമൻസ് മെഷർമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മെഷർമെൻറ്റ് യോലോ 8 ഇമ്പ്രൂവ് ചെയ്തതായിട്ട് കാണാം. ഇതിൻ്റെ സ്പീഡ് നോക്കുവാണെങ്കിലും ഫാസ്റ്ററായിട്ട് ആക്യുറേറ്റ് ആയിട്ടും പ്രെഡിക്റ്റ് ചെയ്യുന്നത് നിലവിൽ യോലോ 8 ആണ്. ഈ ഒരു ഇൻഫോർമേഷനാണ് ഈ ഒരു ഗ്രാഫിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യോലോ 8ൻ്റെ ടാസ്കുകളെ കുറിച്ചാണ്. യോലോ 8ന് തന്നെ പല തരത്തിലുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് അറിയാം. ക്ലാസിഫൈ ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാം, സെഗ്മെൻറ്റ് ചെയ്യാം, ട്രാക്ക് ചെയ്യാം, പോസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റക്റ്റ് ആണ്. സോ ഞാൻ ഈ ഡിറ്റക്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നും നേരത്തെ പറഞ്ഞ മോഡൽസിൻ്റെ ഡീറ്റെയിൽസും മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. കോഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിലെ ഓരോ സ്റ്റെപ്പും പറയുന്ന ഹെൽപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാം. അപ്പോഴായിരിക്കും കുറച്ചും കൂടി മനസ്സിലാവുക. ഡീപ്പ് ലേണിങ്ങിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ഡാറ്റാ സെറ്റ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഈ ഒരു ഡാറ്റാ സെറ്റ് എന്നുള്ളൊരു സെഷനിൽ വരികയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാ സെറ്റിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ
പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് കൊക്കോ ഡാറ്റാ സെറ്റ് ആണ്. അപ്പം അതെന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് YAML എന്നുള്ള ഒരു ഫയലിനെ കുറിച്ചാണ്. യെറ്റ് അനദർ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഇതൊരു ഡാറ്റ കോൺഫിഗറേഷൻ ഫയലാണ്. ഈ ഒരു പർട്ടിക്കുലർ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും കോൾ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. പ്രധാനമായിട്ടും പാത്ത് ഡാറ്റാ സെറ്റിന്റെ പാത്താണ്. നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാൻ, വാലിഡേറ്റ് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ലേബൽസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ്, ഇത്തരം കാര്യങ്ങളിലാണ് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ ഡിറ്റോ സാധനം തന്നെയാണ് നമ്മൾ നമ്മുടെ കോഡിൽ ഉപയോഗിക്കുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മോഡൽ ലോഡ് ചെയ്യണം. ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്ന മോഡൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു മോഡലിൻ്റെ ഇൻഫോർമേഷനാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. നാനോ സെറ്റാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ബിഗിനേഴ്സ് ഒക്കെയാണ് ജസ്റ്റ് ട്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ ഡാറ്റാ സെറ്റ് ഒന്നും എടുത്ത് കളിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും ചെറുത് ഏതാണോ അതെടുത്ത് ചെയ്യുക. അതാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നതും. പിന്നെ അടുത്തത് നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ നിങ്ങൾ നോക്കുക. മോഡൽ ഡോട്ട് ട്രെയിൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഒരു പർട്ടിക്കുലർ YAML ഫയലാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇതൊരു ഡാറ്റ കോൺഫിഗറേഷൻ ഫയലാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഈ 2 സ്റ്റെപ്പിലൂടെ നമ്മൾ മോഡൽ കോൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഓഫ് കോഴ്സ് നമുക്ക് പ്രഡിക്ഷൻ ആണ്. സോ അതും വളരെ എളുപ്പമാണ്. മോഡൽ ഡോട്ട് പ്രെഡിക്റ്റ് ആണ് ചെയ്യുന്നത്. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഇൻപുട്ടും പിന്നെ അതിൻ്റെ കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും വളരെ എളുപ്പത്തിലുള്ള 3 സ്റ്റെപ്പിലൂടെ കംപ്ലീറ്റ് പരിപാടി നമ്മൾ തീർക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, എങ്ങനെയാണ് ഡാറ്റ പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡാറ്റ അനോട്ടേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യോലോയിൽ നമ്മളൊരു ഡാറ്റ കൊടുക്കുന്ന സമയത്ത് അതെപ്പോഴും ഒരു നോർമലൈസ് സ്കെയിലാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഡോട്ട് ടെക്സ്റ്റ് ഫയൽ ഉണ്ടാകും, അതാണ് ഇവിടെ പറയുന്നത്. അനോട്ടേറ്റ് ചെയ്തത് എന്താണ് അനോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ മുകളിൽ എവിടെയാണ് XYWH വരുന്നത് ആ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾ മാർക്ക് ചെയ്യാണ്. ഉദാഹരണത്തിന് ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഒറിജിൻ. സോ അതിൻ്റെ XY വാല്യൂ, പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ്, വിഡ്ത്ത്. ഓക്കെ, ഇത്ര 4 ഇൻഫോർമേഷൻ ആണ് കൊടുക്കുന്നത്. ഈ ഒരു എൻറ്റയർ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 1 ആയിരിക്കും. അതാണ് ഈ ഒരു കോർഡിനേറ്റ് കാണിച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ നോർമലൈസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി സ്വന്തമായിട്ട് ഒരു ഡാറ്റ കൊടുക്കുകയാണെങ്കിലും ഈ ഒരു ഫോർമാറ്റ് തന്നെ യോലോയിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോട്ട് ചെയ്യാനുള്ളത്. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ 0 എന്ന് പറയുന്നത് അതിൻ്റെ ലേബൽസ് ആണ്, പിന്നെ ഇത് അതിൻ്റെ കോർഡിനേറ്റ്സ് ആണ്. പിന്നീട് വരുന്ന 4 കോളം എന്ന് പറയുന്നത് XYWH എന്നീ ഡാറ്റകളാണ്. എങ്ങനെയാണ് ഈ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഓർഗനൈസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊക്കെ താഴോട്ട് കൂടുതൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ പ്രോബ്ലത്തിലേക്ക് കടക്കുകയാണ്. സീറ്റ് ബെൽറ്റ് പ്രഡിക്ഷന് മുന്നേ ആയിട്ട് ആദ്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡോഗിനെയും കാറ്റിനെയാണ്. ഇത് നമുക്ക് യോലോ അൽഗോരിതം വെച്ച് ഡിറ്റക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. ആ ബേസിക് കോഡിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാവും. എന്നിട്ട് സീറ്റ് ബെൽറ്റ് പ്രഡിക്ഷനിലേക്ക് പോവാം. സോ കോഡിങ്ങിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ ചെയ്തത് എൻ്റെ പാത്ത് ഡിഫൈൻ ചെയ്തതാണ്. കാരണം ഈ ഒരു പർട്ടിക്കുലർ പാത്തിലാണ് എൻ്റെ ഡാറ്റ ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇമ്പോർട്ട് യോലോ ആണ്. നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം യോലോ, എന്നിട്ട് മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ യോലോനെ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇമ്പോർട്ട് ചെയ്ത ഉടനെ നിങ്ങളുടെ പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള യോലോ മോഡലിനെ കോൾ ചെയ്യുന്നു. ഏറ്റവും ചെറിയ പാരാമീറ്റേഴ്സ് ഉള്ള മോഡലിനെയാണ് ഞാൻ ഇവിടെ വിളിച്ചിരിക്കുന്നത്. സോ മോഡൽ ഇവിടെ ലോഡ് ആവുന്നു. ഈ ട്രെയിനിങ്ങിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ YAML ഫയലാണ്. കൺസിഡർ ചെയ്യുന്നത് 15 എപ്പോക്സ് ആണ്. അത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ലോജിക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ വെബ്സൈറ്റിലേക്ക് പോവാം. അവിടെ ഡിറ്റക്ഷൻ എന്നുള്ള സെഷൻ്റെ അടിയിൽ ട്രെയിനിങ് എക്സാമ്പിൾ കാണാം. ഇതേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്തതാണ്, വേറെ ഒന്നുമില്ല. ഇവിടെ ഈ എപ്പോക്സിൻ്റെ വാല്യൂ മാത്രം ഞാൻ വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കോഡ് കോപ്പി പേസ്റ്റ് ആണ്. സോ ഇവിടെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നു. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യാൻ മോഡലിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. സോ യു ഷുഡ് ഹാവ് എ വാലിഡേഷൻ ഡാറ്റ. ആ ഒരു ഡാറ്റാ സെറ്റിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇവാലുവേഷൻ കഴിഞ്ഞാൽ പിന്നെ പ്രെഡിക്ഷൻ ആണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇമേജ് ആണ് ഞാനിവിടെ കോൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇമേജ് ആണ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സസും ഉണ്ട്, അതിൻ്റെ കുറച്ച് മെത്തേഡ്സ്, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അഗെയിൻ യോലോയുടെ മെയിൻ സൈറ്റിലേക്ക് പോവാം. അവിടെ പ്രെഡിക്റ്റ് എന്നുള്ള ഈ ഒരു സെഷൻ അണ്ടറിൽ ഈ ബോക്സസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബോക്സസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ് യൂസ് ടു ഇൻഡെക്സ്, മാനിപ്പുലേറ്റ് ആൻഡ് കൺവേർട്ട് ബൗണ്ടിങ് ബോക്സസ് ടു ഡിഫറെൻറ്റ് ഫോർമാറ്റ്. ബോക്സസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ബൗണ്ടിങ് ബോക്സ് ഇൻഫർമേഷൻ ആണ് ഫെച്ച് ചെയ്യാനായിട്ട് നോക്കുന്നത്.
പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഉദാഹരണം CLS എന്ന് പറയുന്നത് അത് ക്ലാസ് ആണ്. ഏത് ക്ലാസ് ആണ് എന്നുള്ളതിന്റെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ് CLS. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചതാണ് കോൺഫിഗ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻസ് വാല്യൂ ആണ് ഓരോ ബോക്സിന്റെ. അതുകൂടാതെ ഈ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ്സ് XYWH ആക്ച്വൽ വാല്യൂ, പിന്നെ അതിന്റെ നോർമലൈസ് വാല്യൂ, ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ബോക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉപയോഗിച്ച് ഫെച്ച് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഈ കോഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഇൻഫർമേഷൻ മനസ്സിലാവും. ബോക്സ് ഡോട്ട് ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ടെൻസർ ഡാറ്റയാണ്. 16 15 എന്ന് പറയുന്നത് കൊക്കോ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഡാറ്റ സെറ്റിലെ ക്ലാസ് വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. 16 എന്ന് പറയുന്നത് ശരിക്കും ഡോഗ് ആണ്, 15 എന്ന് പറയുന്നത് കാറ്റ് ആണ്. അത് കൃത്യമായിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്ന ക്ലാസ് ഏതാണെന്ന് അറിയണം. നമ്മുടെ കോഡിൽ അത് ഇംപ്രവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ കൊക്കോ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്യാണ്. സോ ഇതിൽ നിങ്ങളുടെ ക്ലാസ് വാല്യൂ ഉണ്ട്, പിന്നെ ഏതാണ് ക്ലാസ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയാം 16 എന്ന് പറയുന്നത് ഡോഗ് ആണ്, 15 എന്ന് പറയുന്നത് കാറ്റ് ആണ്. ഇതാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇമേജിൽ കാറ്റും ഡോഗും തന്നെയാണ് ഉള്ളത്. സോ ഈ ഒരു ഡിക്ഷണറി ഡിഫൈൻ ചെയ്തതിന് ശേഷം അടുത്തത് വേണ്ടപ്പെട്ട കുറച്ച് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് എവിടെയാണോ പ്രെഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ഇമേജസ് അത് നിങ്ങൾ കോപ്പി ചെയ്യുന്ന ഫോൾഡർ കൊടുക്കുന്നു. ആൻഡ് നമ്മൾ പ്രധാനമായിട്ട് 2 ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് ക്ലാസ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, അതുപോലെ തന്നെ കോൺഫിഡൻസ് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ. സോ ഇനി ക്ലാസ് പ്രെഡിക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോൺഫിഡൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും പിന്നെ ആ ഒരു ഇമേജിൻ്റെ മുകളിൽ പ്ലോട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ലൈബ്രറീസ് എല്ലാം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എവിടെയാണോ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഇമേജ് ആ ഒരു പർട്ടിക്കുലർ പാത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. 2 ഏകദേശം ഒരേ നേച്ചറാണ്, വേണമെങ്കിൽ ഒറ്റ ഫംഗ്ഷനായിട്ട് തന്നെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഞാൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി 2 കൊടുത്തു എന്നുള്ളൂ. ആദ്യത്തെ ഫംഗ്ഷൻ ക്ലാസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ഉപയോഗിച്ച അതേ ടെക്നിക്ക് തന്നെയാണ്, boxes.cls. പക്ഷേ നിങ്ങളുടെ ഒരു ഇമേജിൻ്റെ മുകളിൽ തന്നെ പല രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാം. ആ പല ക്ലാസ്സുകളെ കിട്ടാൻ വേണ്ടിയിട്ട് ലൂപ്പ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് പ്രെഡിക്റ്റ് ചെയ്യാനും നേരത്തെ ഉപയോഗിച്ച അതേ കമൻ്റാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോഡിങ്ങിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ബേസിക് കോഡിങ് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കോഡാണ്. പ്രധാനമായിട്ട് 3 ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തിനാണെന്നുള്ളത്. ബാക്കിയെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. പിന്നീട് നിങ്ങൾ ക്ലാസ് പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഇവിടെ ക്ലാസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ഡോഗ് കാറ്റ്. വെറുതെ നമ്പർ മാത്രം പറയുന്നതിന് പകരം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഡോഗ് കാറ്റ് അതിൻ്റെ ആ ഒരു സെറ്റ് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. സിമിലർലി കോൺഫിഡൻസ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാധനം തന്നെ എങ്ങനെ ഒരു ഇമേജിൻ്റെ മുകളിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. സോ ഞാൻ കോഡ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ 2 ട്രയൽസും ഞാൻ ഗിറ്റ്ഹബിൽ കൊടുക്കാം, നിങ്ങൾക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് OpenCV ഉപയോഗിച്ച് ആ ഒരു ഇമേജിൻ്റെ മുകളിൽ ഈ ഒരു ക്ലാസും കോൺഫിഡൻസും ടെക്സ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. OpenCV അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. പിന്നെ എങ്ങനെയാണ് ക്ലാസ് കോൺഫിഡൻസ് ബൗണ്ടിങ് ബോക്സ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേ കമൻ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇമേജിൻ്റെ മുകളിൽ ഡോഗും അതുപോലെ തന്നെ അതിൻ്റെ കോൺഫിഡൻസ് എത്രയാണെന്നും സിമിലർലി നെക്സ്റ്റ് ഇമേജിൻ്റെ മുകളിൽ ഇത് കാറ്റ് ആണെന്നും അതിൻ്റെ ഒരു കോൺഫിഡൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോൺഫിഡൻസ് ലേശം കുറവാണ്. ഇതിനെ കണ്ടാൽ ചിലപ്പം അത്ര ഒരു പൂച്ചനെ പോലെ തോന്നാത്തതുകൊണ്ടായിരിക്കാം, അറിയില്ല. സോ ഈ രീതിയിലാണ് നമ്മൾ ഒരു യോലോ അൽഗോരിതം സ്ട്രക്ചർ ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. 1 പ്രീട്രെയിൻ മോഡലിനെ ലോഡ് ചെയ്യുന്നു, 2 ട്രെയിൻ ചെയ്യിക്കുന്നു, വാലിഡേഷൻ ചെയ്യുന്നുണ്ട്. അത് ട്രെയിനിങ് ആൻഡ് വാലിഡേഷൻ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറഞ്ഞത്. അവസാനമായിട്ട് പ്രെഡിക്ഷൻ ആണ്. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഡാറ്റ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ട് ആ ഒരു പ്രഡിക്ഷൻ മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ അത് മോഡിഫൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ആക്ച്വൽ ടോപ്പിക് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റ് പ്രഡിക്ഷനിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞ കാറ്റ് ഡോഗ് പ്രഡിക്ഷൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് പ്രഡിക്ഷൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കോഡ് ഏതാണ്ട് സെയിം ആണ്. നമ്മൾ കൊടുക്കുന്ന ഡാറ്റയിലാണ് പ്രധാനമായിട്ടും ഇവിടെ വ്യത്യാസമുള്ളത്. സോ നിങ്ങൾ ആ സ്റ്റെപ്പ് സ്വയം ഒന്ന് നോക്കുക. നമ്മൾ ആദ്യം പാത്ത് ഡിഫൈൻ ചെയ്യുന്നു, ഇത് തന്നെയാണ് നേരത്തെ ചെയ്തത്. വീണ്ടും മോഡൽ പ്രീലോഡ് ചെയ്യുന്നു. ട്രെയിനിങ് ആവുകൊണ്ട് തന്നെ പാരാമീറ്റേഴ്സ് കുറവുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്നു. ആ ഡാറ്റ ഡോട്ട് YAML നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മളാണ്
ഡാറ്റ കൊടുക്കുന്നത്. ആ ഒരു ഫയൽ ഞാൻ കാണിക്കാം. ഇതാണ് ആ പെർട്ടിക്കുലർ ഫയൽ. ഞാൻ പറഞ്ഞു ഇതൊരു ഡാറ്റ കോൺഫിഗറേഷൻ ഫയലാണ്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, പാത്ത് കൊടുക്കുക. ഈ ഒരു ഫയൽ അതുപോലെ എടുത്ത് ഉപയോഗിക്കരുത്. ഇതിന് ഉപയോഗിച്ച കംപ്ലീറ്റ് ഡാറ്റ ഞാൻ ഗിറ്റ്ഹബിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡാറ്റ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏത് ഫോൾഡറിലാണോ കോപ്പി ചെയ്യുന്നത് ആ ഒരു പാത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് ഡാറ്റ എന്ന് പറയുന്ന എൻ്റെ ഫോൾഡറിൽ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവണം, അതുപോലെ തന്നെ VAL എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ഉണ്ടാവണം. പിന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഫോൾഡറും നമുക്ക് ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും നമുക്ക് 2 ക്ലാസ്സസ് ആണുള്ളത്. ആ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതാണ് ആ ഒരു ഫോൾഡറിലെ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ട്രെയിൻ ഉണ്ട്, വാലിഡേഷൻ ഉണ്ട്, പ്രെഡിക്റ്റ് ഉണ്ട്. ഓക്കെ, റൺ എന്നുള്ളത് ഡിഫറെൻറ്റ് ട്രയൽസ് നമ്മൾ റൺ ചെയ്യുന്നതിൻ്റെയാണ്. സോ തൽക്കാലം ഈ ഒരു ഫോൾഡറിനെ കുറിച്ച് നിങ്ങൾ വെറീഡ് ആവണ്ട. പക്ഷേ ഈ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആ രീതിയിലാണ് ഡാറ്റ കോൺഫിഗറേഷൻ ഫയലിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ട്രെയിനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഗൈൻ നിങ്ങൾക്ക് കാണാം 2 ഫോൾഡേഴ്സ് ഉണ്ട്, ഇമേജസ് ആൻഡ് ലേബൽസ്. ഇതെല്ലാം യോലോയുടെ ഹെൽപ്പിൽ പറയുന്നുണ്ട്, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ ഡാറ്റാ സെറ്റാണ്. ഇവിടെ ഒരുപാട് ഇമേജസ്, ആൾക്കാർ സീറ്റ് ബെൽറ്റ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഇമേജസ് ആണ് നമ്മൾ ഡാറ്റ ആയിട്ട് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഈ രീതിയിൽ സീറ്റ് ബെൽറ്റ് ഉള്ള ഇമേജും അതുപോലെ തന്നെ വേറൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാത്ത ഇമേജും, ഇങ്ങനെയുള്ള ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലേബൽസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. ആദ്യത്തെ ഇമേജിനെ എന്താണോ ഇമേജിൻ്റെ പേര് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്, ഉദാഹരണത്തിന് ഈ ഒരു ഇമേജ് ഫോൾഡറിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആദ്യത്തെ ഇമേജിൻ്റെ പേര് image0 എന്ന് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് ലേബൽസിൽ വരുമ്പം image0.txt എന്ന് തന്നെ കൊടുക്കുക. കാരണം ആ ഒരു ഇമേജിൻ്റെ ഡാറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്ത് ഡാറ്റയാണ് കൊടുക്കേണ്ടത്? അതിൻ്റെ ക്ലാസ്, പിന്നെ അതിൻ്റെ XY HW നോർമലൈസ് കോർഡിനേറ്റ്. ഇതാണ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെയാണ് ഡാറ്റ അനോട്ട് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ആ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡാറ്റ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് കൂടുതൽ വായിക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റയുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കി കോഡെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. നമുക്ക് കോഡിലേക്ക് തിരിച്ചു വരാം. സോ മോഡൽ പ്രീലോഡ് ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ YAML ഫയലാണ് ഡാറ്റയായിട്ട് ഉപയോഗിക്കുന്നത്. എപ്പോക്സ് ഞാൻ 10 കൺസിഡർ ചെയ്തിട്ടുള്ളൂ, എളുപ്പത്തിൽ റൺ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ വാലിഡേറ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലുണ്ട്, അതിലും നമുക്ക് കുറച്ച് ഡാറ്റ ഉണ്ട് വാലിഡേറ്റ് ചെയ്യാനായിട്ട്. സോ വാലിഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നു. ഈ ഒരു കേസിൽ ഇവിടെ 2 ക്ലാസ് ആണ്, 0 and 1. 0 എന്ന് പറഞ്ഞാൽ നോ സീറ്റ് ബെൽറ്റ്, 1 എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഉണ്ട്. അടുത്തതായിട്ട് ഡാറ്റ പ്രെഡിക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡാറ്റ ഒരു ഇമേജ് ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവിടെയാണോ നിങ്ങളുടെ പ്രെഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ, അതിൻ്റെ പാത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഇമേജ് പ്ലോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നേരത്തെ ഡിഫൈൻ ചെയ്ത ഡിറ്റോ ഫംഗ്ഷൻ ആണ്. സോ അതേ സാധനം കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് ആണ് ഞാൻ പ്രെഡിക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഒരു വ്യക്തി സീറ്റ് ബെൽറ്റ് ഒന്നും ധരിച്ചിട്ടില്ല. സോ ഏതാണ്ട് കൃത്യമായിട്ടുള്ളൊരു പ്രെഡിക്ഷൻ നോ സീറ്റ് ബെൽറ്റ് എന്ന്, ബെൽറ്റിൻ്റെ സ്പെല്ലിങ് തെറ്റിയിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. നോ സീറ്റ് ബെൽറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ കോൺഫിഡൻസ്, ഈ ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒരു ബേസിക് കോഡാണ്. കാരണം ഇത് കൂടുതൽ എപ്പോക്സ് നിങ്ങൾ റൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന ഇമേജിന് ചിലപ്പോൾ ഇതേ കോഡ് ഉപയോഗിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു പ്രെഡിക്ഷൻ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. സോ യു ഷുഡ് ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ടു ഇംപ്രൂവ് ദ കോഡ്. യോലോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.